ഹായ് ഫ്രണ്ട്സ്, ഡേ ടു ഡേ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങിയ എല്ലാവരോടും കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ കൂടിയാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്നത്, അല്ലേ? ഇപ്പോൾ എൻ്റെ ചാനൽ നിലവിൽ ഇവിടെ വരെ എത്തി നിൽക്കാൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ ലൈവിൽ പോകാറുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ ആരുടെ ലൈവിൽ പോകാറില്ല, ആരും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ ഞാൻ ആരുടെ ലൈവിലും പോകാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് എപ്പോഴും ഒരുപോലെ സാഹചര്യമല്ല. നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ ചിലവഴിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലാത്ത ആൾക്കാർ നമ്മൾ യൂട്യൂബിൽ തന്നെ 24 മണിക്കൂറും അത് ലൈവിൽ കയറി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ പുറത്ത് പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള വരുമാനമില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കാനായിട്ട് നമുക്ക് അതിനുള്ള വശമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് കുറച്ച് മാറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ എനിക്ക് ഈ പുതിയ ആൾക്കാരോട് പറയാനുള്ള ഒരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പിന്നെ ചിലപ്പോൾ പലരുടെ ലൈവിൽ പോയിട്ടായിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ കൂട്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ലൈവിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമുക്ക് സപ്പോർട്ട് തരാറുണ്ട്. എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരമൊക്കെ നമ്മൾ സപ്പോർട്ടൊക്കെ വാങ്ങിക്കൂട്ടും. ഇവരൊക്കെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കുറച്ചൊരു 2 മാസം 3 മാസം കഴിയുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷയെല്ലാം തെറ്റും. എൻ്റെ അവസ്ഥ അങ്ങനെയാട്ടോ ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ സാഹചര്യം മനസ്സിലാക്കുക. എപ്പോഴും നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലോ, നിങ്ങളെന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്നുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ഈ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ തന്നെ ചിലവഴിച്ചാൽ പ്രശ്നമില്ല. അല്ലാത്ത ആളുകൾക്ക് നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. നമ്മൾ ഈ ചാനൽ റീച്ച് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ കുറച്ച് സമയം മാറ്റി വെച്ച് അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്ത് തംബ്നെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വരുന്നത്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മളതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അല്ലാതെ 24 മണിക്കൂർ യൂട്യൂബിന് വേണ്ടി നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് വേറെ വരുമാനവും കാര്യങ്ങളും ഇല്ലാത്തവരുടെ അവസ്ഥയൊന്നും ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈവ് വരുന്നത് ചിലപ്പോൾ 12 മണിക്കായിരിക്കാം, 1 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പേരുടെ ലൈവിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം, ഞാൻ നാട്ടിൽ അതായത് എറണാകുളത്ത് വന്നതിന് ശേഷം ഞാൻ ആരുടെ ലൈവിൽ ഇപ്പോൾ പോകാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്. ഞാൻ ആദ്യമൊക്കെ ലൈവിൽ പോകുമ്പോൾ എപ്പോഴും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഈ ലൈവിൽ കയറി ചിലവഴിച്ച ആളാണ്. അപ്പോൾ എനിക്ക് കണ്ണിന് ചുറ്റും കറുത്ത കല വന്നു. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ കുറച്ചു. ഇപ്പോൾ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറി, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു പ്രവണതയെല്ലാം നിന്നു. അപ്പം ഞാൻ ആദ്യം പിന്നെ എന്താ പറയുക, ഫോണിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ലൈവ് കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിന്ന ആളാണ്. ഇപ്പം എനിക്കതിന് പറ്റുന്നില്ല. അതെൻ്റെ സാഹചര്യം കൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്നലെ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇന്ന് സപ്പോർട്ട് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ പരാതി പറയണ്ട. കാരണം നമ്മുടെ ചാനൽ എപ്പോഴെങ്കിലുമൊക്കെ റീച്ചായി കയറി പോകുന്നൊരു സമയം വരും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തവരായിരിക്കണം എന്നില്ല ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ആ വീഡിയോ കാണൂല. പക്ഷെ അതിന് പകരം വേറെ ആൾക്കാർ, നമ്മൾ ഒരു പരിചയമില്ല, നമ്മൾ ലൈവിൽ പോലും പോകാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് അവരത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നല്ല വീഡിയോ കേട്ടോ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സപ്പോർട്ട് തരുന്നതും ഇന്നലെ സപ്പോർട്ട് തന്ന ആൾക്കാരായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഇന്നലെ തന്നവർക്ക് ചിലപ്പോൾ തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ വീഡിയോ കാണൂല. അപ്പോൾ കാണാത്ത ആൾക്കാർ വന്ന് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് തരും. പിറ്റേ ദിവസം നമ്മൾ വീഡിയോ ഇടുമ്പോൾ അവരത് അന്വേഷിച്ച് വരും. നമ്മളെ വീഡിയോ അന്വേഷിച്ച് വന്ന് അവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ ഞാനല്ല എൻ്റെ ലൈവിൽ ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർ തിരിച്ചും തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറി വന്ന ബെൻചേട്ടൻ്റെ ലൈവിലാണ് കയറിയത്. അപ്പോൾ ഒരുപാട് കൂട്ട് തന്ന ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമൊക്കെ കുറേ കൂട്ട് അങ്ങോട്ടും കൊടുത്തു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ലൈവിൽ കയറാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ലൈവിൽ അധികം കയറിക്കുമ്പോൾ എനിക്കിങ്ങനെ ഈ ഫോണിൻ്റെ ഉപയോഗം അധികമാകുമ്പോൾ കണ്ണിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം എടുക്കുക, കാണുക, പിന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇടാനുണ്ടെങ്കിൽ അത് ഇടുക, ജസ്റ്റ് അത്രേ ഉള്ളൂ.
ഒരുപാടായിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം വേണം. അപ്പോൾ വരുമാനം കിട്ടണമെങ്കിൽ കുറച്ച് താമസം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെസ്സേജ് കമൻറ്റ് ചെയ്യാൻ കണ്ടു. ഇന്നലെ ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്ന് സപ്പോർട്ട് ചെയ്തതാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി, എന്നെ അല്ല കേട്ടോ, ഒത്തിരി കമൻറ്റ് ഞാൻ വായിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വിചാരിച്ചൊരിക്കലും ചാനൽ തുടങ്ങണ്ട. നമ്മളെങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. ചിലപ്പോൾ 10 വ്യൂസ് ഉള്ളായിരിക്കും, ചിലപ്പോൾ 20 വ്യൂസ് ഉള്ളായിരിക്കും, അതങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ. പക്ഷേ എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് യൂട്യൂബ് തന്നെ നമുക്ക് ഇട്ട് തരും. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമൊക്കെ ശരിക്കും 30-20 വ്യൂസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പണ്ടാരം നിർത്തി പോകാമെന്നല്ല വിചാരിച്ചതെന്ന്. പക്ഷേ പിന്നെ ഞാൻ മടിക്കാതെ തന്നെ വീഡിയോസൊക്കെ ഷോർട്സ് ആണെങ്കിലും അതുപോലെ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ആവശ്യത്തിന് വ്യൂസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ നമുക്ക് കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ വ്യൂസ് തന്നെ കയറി വരും. പിന്നെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ലതാണ്, നമുക്ക് കണ്ടൻറ്റ് നല്ലതാണ്, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാദ്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് വ്യൂസ് വരുമോ, ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് 10 വ്യൂസ് ഉള്ളൂ, നമ്മളിനി നാളെ ഒരു വീഡിയോ ഇടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ഇടാൻ പറ്റുന്ന എത്രത്തോളമാണ് അത്രത്തോളം ഇടുക. അല്ലാതെ നമ്മൾ ആരെയും പരാതി പറഞ്ഞ് പഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും പൈസ കിട്ടാത്ത ഒരാൾ യൂട്യൂബിലിരുന്ന് ചിലവഴിക്കാൻ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴും കമൻറ്റിലൂടെ പറഞ്ഞറിയിച്ചിട്ട് കാര്യമില്ല എന്ന് പറയരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ സാഹചര്യം ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് എപ്പോഴും ലൈവിൽ കയറി ഇരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഫോണിൻ്റെ അകത്ത് കയറി ഇരിക്കാനോ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിന്ന് നല്ല വരുമാനം കിട്ടുവാണെങ്കിൽ നമ്മൾ ശരി രാവിലെ വരെ വൈകുന്നേരം വരെ ഇരുന്നാലും നമുക്ക് പ്രയോജനമുണ്ട്. ഇതിപ്പോൾ 1 വർഷം 2 വർഷം ചിലപ്പോൾ 3 വർഷമായിരിക്കും ഇതിൻ്റെ കാലാവധി. ഒന്നും പറയാൻ പറ്റില്ല. വാച്ച് ടൈമൊക്കെ പൂർത്തിയാവണ്ടേ. സബ്സ്ക്രൈബൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് വാച്ച് ടൈം കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വീഡിയോസ് എനിക്ക് ഇടാൻ എനിക്ക് മിക്കപ്പോഴും തന്നെ ഇടാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഷോർട്സ് ഇടാറുണ്ട്, പിന്നെ അതുപോലെ പോസ്റ്റ് ഇടാറുണ്ട്. തീരെ നിവർത്തിയില്ല ഞാൻ ഒരു പോസ്റ്റെങ്കിലും ഇടും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ നോക്കാതെ നമ്മൾ നമ്മുടേതായ രീതിക്ക് തന്നെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചാനൽ വിജയിക്കും കേട്ടോ. അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്യാനും സമയം ഉണ്ടാവില്ല. ആരെയും എന്താ പറയുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും ശ്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ.